ഇത് നമ്മൾ കച്ചിന്ന് ചെയ്യിപ്പിച്ച് ഹാൻഡ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പീസാണ്. പൊറാട്ടോ ഇതിന്റെയൊക്കെ ഫിറ്റിംഗ് ആണ് ഫുൾ പാനലിൽ. ഇവര് യൂണിറ്റിലേക്ക് ഞാൻ എന്തായാലും പോയിരിക്കും. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റംസ് ജയ്പൂർ, അഹമ്മദാബാദ്, സൂററ്റ്, കൊൽക്കത്ത, ബനാറസ്, കോട്ടൺ എടുത്ത് ഹക്കോബ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചു. നമ്മുടെ ഇഹാ ഡിസൈൻസിലത്തെ നോഹ സജ്ജി ബനാറസി തന്നെ ഡൈ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ലക്നൌവിൽ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന വർക്കാണ്. ഈ ഒരു സ്പെഷ്യൽ ഡ്രസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫാബ്രിക്കാ. ഈ ഒരു ഏരിയ ഷെൽമിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്യോർ ഫാബ്രിക്. ഷെൽമി അത് ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി കാണണം. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ്. അൽചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഒരു സെമി പാർട്ടി വെയർ ഓൾ ഇന്ത്യ സോഴ്സ് ചെയ്യുന്ന ഫാബ്രിക്സ് ഇവിടെ ഇരുത്തി നമ്മൾ സാമ്പിളിംഗ് ചെയ്യിക്കുന്നു. നിങ്ങൾ എന്താ ഇവിടെ നുവാറല്ലേ? നുവാറ എന്റെ തന്നെ നുവാറ. ഇത് ഇവിടെ കിട്ടാൻ ചാൻസസ് കുറവുള്ളതാണ്. പ്യോർ മല്ലില് ലക്നവി. ഞാൻ ചെയ്യൂല. ഇവരൊന്നും മുട്ടാനോട് പറ്റൂല. സക്സസ് എന്താന്നുള്ളത് അപ്ഡേറ്റഡ് പ്രോഡക്ട്സ്. എനിക്ക് എന്താ ഇവിടെ കാര്യം? ഓൾ ഇന്ത്യ മുഴുവനും നിങ്ങൾ പോകുന്നത് എല്ലാം നമ്മൾ ഒറ്റ ഇതിൽ കൊണ്ടുവന്നിരിക്കും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ കേരളം വിട്ട് പുറത്ത് പോയി പർച്ചേസിങ് ചെയ്യണവർക്ക് അറിയാം എന്താണ് മാനുഫാക്ചർ, എന്താണ് ഹോൾസെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗ്രേ തുണി അത് കളർ വെക്കില്ല, അതിൽ പ്രിന്റ് ചെയ്യില്ല, പല രീതിയിലുള്ള ഡിസൈൻസ് ചെയ്യില്ല, അതൊക്കെയാണ് ഒരു ഡ്രസ്സിനെ യൂണിക് ആക്കുന്നത്. അത് എവിടെ നിന്നാണ്? പുറത്തുനിന്നാണ്. പക്ഷെ ഈ ഒരു പുറത്തുനിന്നുള്ള സംഭവം ഇവർ നമുക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമുക്ക് കേരളം വിട്ട് പോവാണ്ട് തന്നെ കേരളത്തിലത്തെ പുറത്തുള്ള മാനുഫാക്ചേഴ്സ് ഇവർക്ക് സ്വന്തമായിട്ട് ഈ യൂണിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതും പല സ്ഥലത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൂറത്ത് ഓഫ്കോഴ്സ് ഇവർക്ക് യൂണിറ്റ് ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് ഇവർക്ക് ജയ്പൂർ ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, ഇങ്ങനെ പല സ്ഥലത്ത് ഇവർക്ക് യൂണിറ്റ്സ് വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ പല രീതിയിൽ യൂണിക് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വേണ്ടി ഇവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതിലത്തെ ഒരു ഡ്രസ്സാണല്ലോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും കുറേ വെറൈറ്റികൾ നമുക്ക് കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ കേരളം വിട്ട് ഇനി പുറത്തേക്ക് പോകേണ്ട, സെയിം റേറ്റ് സെയിം ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഇവർ തരുന്നതായിരിക്കും. അപ്പം നമ്മൾ എക്സാക്ട് നിൽക്കുന്ന സ്ഥലം ഇനി കേരളത്തിലാണെന്ന് പറഞ്ഞു. കേരളത്തിൽ എവിടെ? നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നമ്മൾ നിൽക്കുന്നത് വൈറ്റിലയില് ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ ഈ ജുമ്മ മസ്ജിദ് ഉണ്ട്. ഈ ജുമ്മ മസ്ജിദിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് നമുക്ക് വേണ്ടി വെറൈറ്റി യൂണിക് ആയിട്ടുള്ള കളക്ഷൻസ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അതെന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവരുടെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ജയ്പൂർ, അഹമ്മദാബാദ് ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമല്ല. എന്തായാലും നമുക്കൊന്ന് പോയി കാണണം. എന്തായാലും അഹമ്മദാബാദ് അതുപോലെ തന്നെ സൂറത്ത് അങ്ങനെ സ്ഥലത്തൊക്കെ ഞാൻ എന്തായാലും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ യൂണിറ്റിലേക്ക് ഞാൻ എന്തായാലും പോയിരിക്കും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഐറ്റം എന്തായാലും നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് കാണാം കേട്ടോ. വെറൈറ്റീസ് എന്തൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിട്ട്. പിന്നെ ഇവിടെ സാമ്പിൾസ് ഒക്കെ തയ്ക്കുന്നുണ്ട്. ഇത് ഒക്കെ റെഡി ആയതിനു ശേഷമാണ് അവിടെ ഫുൾ വലിയ ബൾക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. എന്തായാലും ഇതൊക്കെ മേലെ വെക്കാൻ ഇനി വേറെ ആർക്കും പറ്റില്ല. പോവാ നമുക്ക്. ആക്ച്വലി അവിടെ നിന്നാണ് നിങ്ങൾക്കുള്ള എൻട്രൻസ്. പക്ഷേ ഇത് ഇവരുടെ ഗോഡൗൺ, ഇവരുടെ ബൾക്ക് സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത് സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കയറാം. നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കയറാട്ടോ. ആരും ഒന്നും പറയാനൊന്നും പോകില്ല. ഇത് ഇവിടെ ഭയങ്കര ഡിസ്കഷൻ ആണല്ലോ. പേപ്പറും പാനും ഒക്കെ പിടിച്ചിട്ട് ഹായ് പ്രൈസിങ്ങിലായിരുന്നു. ഈ മൈക്ക് ഞാൻ വെക്കട്ടെ. ഓക്കെ. പെട്ടെന്ന് വന്നതാണ് കേട്ടോ. പെട്ടെന്ന് ഇവിടെ എന്താണ് സംഭവം നടക്കണതെന്ന് അറിയണ്ട. പിന്നെ ഇത് നമ്മുടെ ചാനലിൽ പുതിയതാണെങ്കിലും ഇവര് പുതിയതല്ല. ഈ ഒരു ഫേസിന് ഒരു വാല്യൂ ഉണ്ടല്ലോ അല്ലെ. നമ്മുടെ ഇഹാ ഡിസൈൻസിലത്തെ നോഹ സജ്ജി. ഓക്കെ, നമ്മുടെ ചാനലിൽ വെൽക്കം. ഇനി ഇവിടെ എന്താണ് സംഭവം നടക്കുന്നത്? നിങ്ങൾ എന്താ ഇവിടെ നുവാറല്ലേ? നുവാറ എന്റെ തന്നെ നുവാറ. ഹോൾസെയിൽ. അപ്പൊ രണ്ടും ഒരാളുടെ തന്നെയാണ്. അപ്പൊ രണ്ടിനും റേറ്റും ഐറ്റംസ് ഒക്കെ ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് സംഭവം? എന്താണ് ഈ നുവാറ എന്ന് പറയുന്നത്? നുവാര നമ്മളുടെ ഒരു ഹോൾസെയിൽ ഡിവിഷനാണ്. ടീം മിഹയുടെ തന്നെ ഒരു ഹോൾസെയിൽ ഡിവിഷനാണ് നുവാര. ആക്ച്വലി ഞാനൊരു ബ്രാൻഡായിട്ടാണ് തുടങ്ങിയത്. ലേഡീസ് വെയറിന്റെ ഒരു ബ്രാൻഡ്. അതിൽ കുർത്തീസും മുതൽ പാർട്ടി വെയർസ് വരെ സ്പെഷ്യലൈസ് ചെയ്തിട്ട്. അതിൽ തന്നെ പറയാനാണെങ്കിൽ ഒരു 15 years ആയി ഞാൻ ഈ ക്ലോത്തിങ് ഫീൽഡിൽ. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബുട്ടിക്സിന്, ചെറിയ ബുട്ടിക്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഒരു ലാർജ് വോള്യൂം ചെയ്യാതെ മാനുഫാക്ചറിങ് പോസിബിൾ അല്ല. ഇപ്പം ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വലിയ വോള്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ വോള്യൂം ഓഫ് മാനുഫാക്ചറിങ് സൈഡ് എനിക്ക് കണ്ടെത്താൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് ചെയ്ത് വരുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ, അവർക്കൊരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ബുട്ടിക്സിനാണെങ്കിലും ഷോപ്പ് ലൈൻസിനാണെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം നടത്തുന്ന ആളുകൾക്കൊക്കെ സപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഒരു 6 months ആയി. 6 months ആയി. അപ്പൊ 6 months ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് അതുക്കും മേലെയാണെന്ന് പറഞ്ഞില്ലേ. അതാണ് ഇവിടെ ഈ കാണുന്ന ഇത്രയും അധികം ഈ ബണ്ടൽസ് ഒക്കെ എന്താണ് സംഭവം? നമ്മള് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റംസ് ജയ്പൂർ, അഹമ്മദാബാദ്, സൂററ്റ്, കൊൽക്കത്ത,
ബനാറസ്, വാരാണസി. ബനാറസിലൊക്കെ നമ്മൾ തന്നെ വീവ് ചെയ്യിപ്പിക്കുന്ന ഐറ്റംസ് ആണ്. ഈവൻ ഇൻ സൗത്ത് സൈഡിലാണെങ്കിൽ സേലം ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടിയും പറയാം. അതിനു മുന്നേ ഈ കുറച്ച് പേരൊക്കെ കൂടെ ഇരുന്നിട്ട് കാര്യമായിട്ടുള്ള ചർച്ച ആരൊക്കെ എന്തൊക്കെയാണെന്ന്. എന്റെ മോനാണ്, സ്വന്തം മോനാണ് ഇസ്മായിൽ സജീവ്. അപ്പുന്ന പെറ്റ് നെയിം, എല്ലാവരും അപ്പു എന്ന് പറയുമ്പോഴേ അറിയുള്ളൂ. ഇസ്മായിലിന്റെ ഇവനാണ് കൂടുതൽ ഇൻചാർജ് കൊടുത്തിരിക്കുന്നത്. അതായത് റീറ്റെയിൽ എനിക്ക് ഫുള്ളി എൻഗേജ്ഡ് ആകുമ്പോൾ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എനിക്ക് തരുന്നത് ഇവനാണ്. പിന്നെ മാനേജേഴ്സ് ആണ്. പിന്നെ ഷെയ്ൻ എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. ഷെയ്ൻ എപ്പോഴും എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഷെയ്ൻ എപ്പോഴും നമുക്ക് ഒരാള് കൂടെ ഉണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങളും. അന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് എവിടെയോ വെച്ചിട്ട് കണ്ടത്, നമ്മൾ എക്സിബിഷൻ സൈഡിൽ വെച്ച് കണ്ടത്. ഇത് ഇവിടുത്തെ നുവാരയുടെ മാനേജറാണ് റാഫി. ഇത് ഇവിടുത്തെ ടീമാണ്. ഇനി ഹിയ എന്ന് പറയുന്നത് അത് വേറെ ടീം, അത് ഫുള്ള് വേറെയാ. പക്ഷെ രണ്ടിനും തല ഓണർ എന്നൊക്കെ പറയുന്നത് ഒരാളാണ്. ഇനി നമ്മളെന്ന് വെൽക്കം ചെയ്യണം. നമ്മളുടെ കുറെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുറെ വർഷത്തെ ഒരു ഡ്രീം ആണ് നുവാര. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സാധാരണ ഹോൾസെയിൽ എന്നൊക്കെ പറയുമ്പോ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഇവിടെയും കുറെ ബണ്ടലുകള് സംഭവങ്ങളോ എല്ലാം ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. എല്ലായിടത്തും ഹോൾസെയിൽ ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ നുവാറയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നത്? സ്പെഷ്യൽ ആയിട്ട് നമ്മളുടെ തന്നെ സ്വന്തം മാനുഫാക്ചറിങ്, നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ്. അതാണ് ഇവിടെ വന്നാൽ കിട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മള് പുറത്ത് പോയിട്ട് നമ്മൾ ഓരോ യൂണിക് സംഭവങ്ങളൊക്കെ തപ്പുന്നില്ല, അത് ഇവര് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് തരുന്നു. പിന്നെ എന്തിനാണ് അതല്ല ഷെൽമി, നമ്മളിപ്പോ കൊച്ചിയിൽ എനിക്കൊരു 500 സ്ക്വയർ ഫീറ്റ് ഷോപ്പിൽ നിന്ന് തുടങ്ങിയതാ. വെറും 500 സ്ക്വയർ ഫീറ്റ് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഈ 15 വർഷത്തെ എന്റെ ജേർണി. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, എന്നെ പോലെ തന്നെയുള്ള ബുട്ടിക് ഓണേഴ്സ് ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾക്ക് യൂണിക് ഐറ്റംസ് ചെല്ലുമ്പോൾ ഒന്നില്ലെങ്കിൽ ഓവർ പ്രൈസിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു 10 ഷോപ്പ് കയറി ഇറങ്ങിയാലേ ഒരു ഷോപ്പിൽ കിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഏത് ലെവൽ ഓഫ് ബുട്ടിക്, ഏത് കൈൻഡ് ഓഫ് ബിസിനസ് നടത്തുന്ന ആളുകൾ വൺസ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റ് ഓഫ് ഐറ്റംസ് 100% ഗ്യാരണ്ടിയിൽ ഇവിടെ ഉണ്ടാവും. അതാണ് എന്റെ കോൺഫിഡൻസ്. അല്ല, പ്രൊഡക്ഷൻ ഇപ്പൊ അഹമ്മദാബാദ്, ജയ്പൂർ, അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറെ ആൾക്കാർ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്നുണ്ട്. അത് നമ്മളുടെ സാമ്പിൾ മേക്കിംഗ് ഏരിയ ആണ്. അതെ, നമ്മുടെ ഫാബ്രിക്സ് ഓൾ ഇന്ത്യ സോഴ്സ് ചെയ്യുന്ന ഫാബ്രിക്സ് ഇവിടെ ഇരുത്തി നമ്മൾ സാമ്പിളിംഗ് ചെയ്യിക്കുന്നു. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നുവാരയുടെ സ്വന്തം ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ സാമ്പിളിംഗ് നമ്മൾ ഇപ്പൊ ഇത് ഫാബ്രിക് പ്യോർ മൽമലിനകത്ത് ഇത് കണ്ടോ, നമ്മുടെ തന്നെ ടാഗ് എല്ലാം നമ്മുടെ തന്നെയാണ് വരുന്നത്. ഇത് കണ്ടോ, പ്യോർ മൽമലിനകത്ത് നമ്മൾ സമ്മറിന് ഇറക്കിയ ഒരു കളക്ഷൻ ആണ്. കാരണം സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതില് നമ്മൾ തന്നെ വർക്ക്. ഇപ്പൊ ഇതിന്റെ സാമ്പിൾസ് ഫസ്റ്റ് ഇന്ന ഷെയ്ഡിൽ ഇത്ര ഷെയ്ഡ്സ് വേണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യണത് ഇവിടെ നിന്നാണ്. ഞാനാണ് ചീഫ് ഡിസൈനർ. എന്റെ അണ്ടറിൽ ഒരു 4-5 ഡിസൈനേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് മീറ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അല്ല, അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിന്റെ തല ഇങ്ങോട്ടാണ്. ഉറപ്പായിട്ടും 100% നമ്മുടെ സ്വന്തം ഡിസൈൻസ് ആണ്. ഇവരുടെ പാർട്ടി വെയർ കളക്ഷൻ ജാക്കറ്റ് സ്റ്റൈലിൽ വരുന്ന ഫുള്ളി ഹാൻഡ് വർക്ക്. ഇതിന്റെ ഈച്ച് ആൻഡ് എവറി ഹാൻഡ് വർക്ക്സ് പാറ്റേൺസ് അല്ല. ഇപ്പൊ ഷെൽമി ഇവിടെ വന്നിട്ട് ഒരു ഷേപ്പ് പോലും ചെയ്യാണ്ട് ഷെൽമിക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റിയത്. ഷെൽമിക്ക് വേറെ എവിടെ പോയാലും ഇത്രയും ഫിറ്റിംഗ്സ് തരാൻ പറ്റുമോ? അത് ഫിറ്റിംഗ് ആണെങ്കിൽ ഇത് ഒന്നുകൂടി ഊരി കണ്ടാൽ കാണിക്കാൻ പറ്റില്ല. ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് പിന്നെ ജാക്കറ്റ് ഞാൻ ഊരുന്നില്ല. അപ്പൊ ആക്ച്വലി ഇത് 4 പീസ് ആണ്. 3 പീസ് എന്ന് പറയുമ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇത് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ്, ഇത് സെപ്പറേറ്റ്, അങ്ങനെ 4 എണ്ണത്തിന് കൂടി. നമ്മുടെ കേരളത്തിലുള്ള ലേഡീസിന്റെ ബോഡി സൈസ് ചാർട്ട് അനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന നമ്മളുടെ ലാർജ് ആണെങ്കിൽ, ഒരു ഞാൻ ന്യൂറ മേടിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, ലാർജ് മതി. ഇത് ലാർജ് ആണ്. ഇത് വേറെ ഏതൊരു ഷേപ്പ് പോലും എനിക്ക് ചെയ്യേണ്ടത്. ഇത് ഞാൻ എന്റെ ഫിറ്റിംഗ്സിന് സ്റ്റിച്ച് ചെയ്തതല്ല. ഇത് ഞാൻ ഇവിടുത്തെ റെഡി ടു വെയർ ചെയ്തത്. ഓക്കെ, പക്ഷെ ഷേപ്പ് ഒക്കെ കറക്റ്റ്. അതുപോലെ മെറ്റീരിയൽ ആയാലും ആ ഒരു വർക്ക് ആയാലും ഒരുപാട് കാണാനിരിക്കുന്നുണ്ട്. എനിക്ക് കളക്ഷൻസ് കൂടി കാണാം. നമ്മള് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചു. ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം. നമുക്കിപ്പോ ഇരിക്കുന്നത് മൊത്തം നിങ്ങളുടെ സ്റ്റോക്ക് ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി മീൻസ് നമുക്ക് കാണാനുള്ള ഹ്യൂജ് വോളിയം ഓഫ് സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മളുടെ നടന്ന് കാണാം. അതായിരിക്കും ബെറ്റർ. ഇതിപ്പോ ഈ കാണുന്നത് സാമ്പിൾ ഏരിയ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളക്ഷൻസ് നമുക്കും കാണാനുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഇവരെ സാമ്പിൾ ചെയ്യുന്ന സ്ഥലം, സാമ്പിൾ മേക്കിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ ആണ് ഇപ്പൊ നമ്മൾ ഓരോ സാമ്പിൾസ് ചെയ്ത് അപ്രൂവൽ ചെയ്താണ് നമ്മൾ നമ്മളുടെ പല യൂണിറ്റ്സിലേക്കും അയക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് സാമ്പിൾ ഏരിയ. ഇനി നിങ്ങളുടെ നമുക്ക് കാണിക്കാനുള്ള യൂണിറ്റ് കിടക്കുന്നത്. വരൂ. ഇവിടെ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി വരാം. ഇതാണ് മെയിൻ. ആക്ച്വലി നിങ്ങളൊക്കെ എൻട്രൻസ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് നിങ്ങൾ കയറി വരാം. ഞാൻ ഉൾട്ട സൈഡിൽ നിന്ന് കയറി വന്നതെന്ന് മാത്രം. ഈ ഇരിക്കുന്നത് മൊത്തം ഡിഫറെന്റ് മെറ്റീരിയൽ, ഡിഫറെന്റ് യൂണിക് സ്റ്റൈൽ, അങ്ങനെ പല കാണാൻ കുറെ കിടക്കുന്നുണ്ട്. കുറെയൊക്കെ നമുക്ക് ചാനലിൽ കാണാൻ പറ്റും. പിന്നെ എന്തായാലും
ഞാനൊരു ഹോൾസെയിൽ വീഡിയോ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും എന്റെ ഉത്തരവാദിത്തമാണല്ലോ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. സംഭവം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ഉള്ളിലേക്കാണ് അല്ലേ? അത് എന്റെ കോൺഫിഡൻസ് കൂടാണ്. എന്നോട് എല്ലാവരും പറഞ്ഞു ബ്രോഡ്വേ പോലെ ഒരു മാർക്കറ്റിൽ തുടങ്ങിയാൽ പോരെ. പക്ഷെ അല്ല, എന്റെ കസ്റ്റമേഴ്സ് എന്നെ തിരക്കി ഇവിടെ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ വന്ന പോലെ, അതെ, ഷെൽമി വന്ന പോലെ വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ യൂണിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പൊതുവെ ഇഹ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ഹിറ്റ് ആവുന്നത് നമ്മുടെ തന്നെ ഒരു സിഗ്നേച്ചർ ഐറ്റംസ് കൊണ്ടുവന്നിട്ടാണ്. അതുപോലെ തന്നെയാണ് നുവാരയിൽ. ആ ഒരു സിഗ്നേച്ചർ നമുക്ക് നുവാരയിൽ കിട്ടുന്ന ഉറപ്പാണ്. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും ഒന്ന് കളക്ഷൻസ് കാണിച്ചു തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പ്രിന്റഡ് ചിനോണിനകത്തും ക്രേപ്പിനകത്തും ഒക്കെ നമ്മൾക്ക് കിട്ടല് ഇന്ത്യൻ മാർക്കറ്റിലെ വളരെ കുറവാണ്. ഇത് നമ്മളുടെ ഒരു ഇൻഹൗസ് പ്രോഡക്റ്റ് ആണ്. പ്യോർ പ്ലാറ്റിനം ഷിഫോണിൽ ഡിജിറ്റൽ. ഇത് പ്രിന്റിംഗ് മുതൽ എല്ലാം ഇൻഹൗസാ. ഇത് 3 പീസ് ആണോ? അത് അതും പ്യോർ ഇതില്. ചിന്നോണില് നോർമലി നമ്മൾ പ്ലെയിനില് ഹാൻഡ് വർക്ക് ആണ് കൂടുതൽ കണ്ടിരിക്കണത്. അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കണ്ടിരിക്കണം. പക്ഷെ ഒരു ഡിഫറെന്റ് എന്ന് പറയുന്നത് പ്രിന്റ്. അതുപോലെ തന്നെ എല്ലാവരും കോട്ടൺ ലവേഴ്സ് ആണ് നമ്മൾ മലയാളീസ് അല്ലേ. സോ ദാറ്റ് ഈ കാണുന്ന ടോപ്സ് കംപ്ലീറ്റ്ലി മെയ്ഡ് ബൈ നുവാരയാണ്. ഇതിന്റെ പ്രിന്റിംഗ് ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും പാറ്റേൺസ് എല്ലാം ഇൻ ഹൗസ് നമ്മളുടെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ബുട്ടിക് ടേസ്റ്റ് ഷെൽമിക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു ബുട്ടിക്കിൽ പോയാലേ നമ്മൾക്ക് ഈ ബുട്ടിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പൊ എന്താ, നമുക്ക് ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള ഒരു സംഭവമില്ല. ആ ഒരു ടച്ച് ആൻഡ് ഫീൽ നമ്മൾ കാണുമ്പോൾ പാറ്റേൺ ചിലപ്പോൾ പലതും ഒരേപോലത്തെ കണ്ടിരിക്കും. പക്ഷേ ഈ ഒരു തൊട്ട് ഫീൽ ചെയ്യണത് അത് വ്യത്യാസമാണ്. അത് ഡിഫറെന്റ് തന്നെയാട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിന്റെ പാറ്റേൺസും ഡിഫറെന്റ് ആണ്, ഫാബ്രിക് ഫീലും. ആൻഡ് എനിക്ക് ചലഞ്ച് ചെയ്ത് പറയാൻ പറ്റും, ഇപ്പൊ ഷെൽമിയുടെ സൈസ് മേടിച്ചു കഴിഞ്ഞാൽ ഷെൽമിക്ക് ഒരു ഷേപ്പ് ഇല്ലാണ്ട് വെയർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും. പുറത്തിരിക്കുന്ന ടൈലറിംഗ് കാര്യങ്ങളുടെ പണി പൂട്ടും. അത്രയും ഷേപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പണിയില്ലാണ്ടാവേ. ഇത് നോക്കിയാൽ ഫുൾ ഇങ്ങനെ ലോങ് സ്ലീവും ഇതുപോലെ ഹോൾസെയിൽ കിട്ടല് കുറവാണ്. നമ്മൾ സാധാരണ കസ്റ്റമൈസ് ചെയ്ത് എടുക്കണം. അങ്ങനെ ഒരു ഇതൊക്കെ അതിൽപ്പെട്ട കളക്ഷൻസ് ആണ് വരുന്നത്. ജസ്റ്റ് ഫാബ്രിക് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം പ്രീമിയം ആയതുകൊണ്ട് തന്നെ തീരെ ലോവർ റേഞ്ചിലേക്ക് നമ്മൾക്ക് ഇതാവില്ല. എന്നാലും സ്റ്റാർട്ട് ഫ്രം ഒരു 699 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അപ് ടു 5000 വരെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എക്സാക്ട് റേറ്റ് അല്ല പറയണ, സ്റ്റാർട്ടിംഗ് റേറ്റ് തൊട്ട് എൻഡ് റേറ്റ് വരെ. ഇനിയിപ്പോ പൊങ്കാല ഇടാൻ വരേണ്ട റേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ല, സാധാരണ ഹോൾസെയിൽ റേറ്റ് പറയാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റാർട്ടിംഗ് റേറ്റാ പറയണം. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയാ, ക്വാളിറ്റി വേണം, ബുട്ടിക്കിലേക്ക് പറ്റിയിട്ടുള്ള ഐറ്റംസ് വേണമെന്ന് വിചാരിച്ചവര് മാത്രം വന്നാൽ മതി. കാരണം അത്രയും വെറൈറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഷെൽമി എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ബിസിനസ്സിലെ സക്സസ് എന്താന്നുള്ളത്. അപ്ഡേറ്റഡ് പ്രോഡക്ട്സ്. നമ്മുടെ ഷോപ്പിൽ നല്ല പ്രോഡക്ട്സ് ഇറക്കി വെച്ചോ 100% നമ്മൾക്ക് കസ്റ്റമേഴ്സ് വന്നിരിക്കും. അതിൽ ആരും ഡൗട്ട് അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ പോയിന്റിൽ നിൽക്കുന്നത്, ഒരുപാട് എനിക്ക് നല്ല സെയിൽസ് ടേൺ ഓവറൊക്കെ ഇത്രയും നാളുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഷോപ്പിന്റെ സക്സസ് എന്താന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകൾ നമ്മൾ ടൈമിനനുസരിച്ച് ലോഞ്ച് ചെയ്തു. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ എവിടെ കിട്ടും? അത് റീറ്റെയിൽ എന്ന് പറയുമ്പോ നമുക്ക് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് അത് അപ്ഡേഷൻ വരുള്ളൂ. ഹോൾസെയില് വേണം. അപ്പൊ ഇത് ഇപ്പൊ ഇഹേലും ഉണ്ടാ, അല്ലെങ്കിൽ ഇഹേല് നമ്മൾ നുവാരയുടെ സെപ്പറേറ്റ് കൗണ്ടർ വെച്ചിട്ടുണ്ട്. ഇഹേല് നുവാരയുടെ ഡ്രസ്സുകൾ ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കും അവർക്ക് ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് നുവാരയുടെ സ്പെഷ്യൽ കൗണ്ടർ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ രണ്ടും കൂടിയിട്ട് അവിടെ സെറ്റ് ചെയ്താ. ഇനി ഇത് ഇവിടെ മാത്രമല്ല, നുവാരയുടെ ഇവിടെയും എറണാകുളം മാത്രമല്ലല്ലോ. അതെ, എറണാകുളം. ഇഹ എന്ന് പറയുന്നത് നമ്മൾക്ക് ആലപ്പുഴയിലും ഉണ്ട്, ഇവിടെ എറണാകുളത്തും. മൊത്തത്തില് ഒരു കൺഫ്യൂഷൻ വേണ്ടാന്നേ. ഈ ഒരു ഫേസ്, ഈ ഒരു ചാനൽ ഒന്ന് ഇരുന്ന് നോക്കിയാൽ മതി. ഫുൾ എന്തിനും ഞാൻ ഇത്ര പറയാം. ശരിക്കും പറയാം, ഇവർക്ക് വീഡിയോ ഇൻട്രോന്റെ ഒരു ആവശ്യമില്ല. ഇനി എവിടേക്കാ നമുക്ക് അടുത്ത കുറച്ച് കളക്ഷൻസ് കൂടി പെട്ടെന്ന് ഒന്ന് കാണിച്ചാൽ ഇരിക്കണം മൊത്തം വെറൈറ്റി എല്ലാം. ഇതിപ്പോ ഓരോ കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം മൽച്ചന്തേരിയിലെ ഹാൻഡ് വർക്ക് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ബുട്ടിക് ടേസ്റ്റ് ആണ് 100% പറഞ്ഞതിന്റെ ഒരു റീസൺ അതാണ്. സ്ലീവിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഒക്കെ ആണെങ്കിലും ഹാൻഡ് വർക്ക് പ്ലസ് മിഷൻ എംബ്രോയിഡറി ഡിഫറെന്റ് ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാന്ന് വെച്ചാൽ ഇവരുടെ ലെങ്ത്തിനെ കുറിച്ചിട്ട്, ലെങ്ത് കറക്റ്റ് 48-50 ലെങ്ത് വരും. ആ ഒരു ലെങ്ത് വരും. സാധാരണ നമുക്ക് കോസ്റ്റ് വരുന്നതൊക്കെ ആണെങ്കിലും ഹാൻഡ് വർക്ക്സിന്റെ ഫിനിഷിങ് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക്. എംബ്രോയിഡറിയും അല്ല, കറക്റ്റ് ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് വർക്ക്. ഇതും ആ ഒരു രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് വർക്കും നിങ്ങൾ ഈ എല്ലാം ഇൻ ഹൗസാ. നമ്മൾ തന്നെ ജോബ് വർക്ക്സ് യൂണിറ്റ് ഹയർ ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് ഇവിടെ കിട്ടാൻ ചാൻസസ് കുറവുള്ളതാണ്. പ്യോർ മല്ലില് ലക്നവി, അതും പ്യുവർ ലക്നവി നോർമൽ അല്ല, പ്യുവർ ലക്നവി വർക്ക്. അപ്പൊ ലക്നൗ വരെ ഇനി പോണ്ട, ഒത്തിരിക്കും പോണ്ട ഒക്കെ. സാധാരണ നമുക്ക് ഇപ്പൊ ഒരു സാധനം തപ്പി നടന്നാന്ന് പറയുമ്പോ ഒന്നാമത്തെ ഹോട്ടൽ സ്റ്റേ
ട്രാവൽ ചെയ്തുള്ള എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. എക്സ്പെൻസോ ഹെൽത്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരു ഷോപ്പിൽ പോയി ഇരുന്നാലും നമ്മൾക്ക് ചിലപ്പോൾ അവിടെ ഒരു ട്രാവൽ ചെയ്തല്ലേ എന്ന് വിചാരിച്ചെടുക്കുന്ന ആളുകളും ഉണ്ട്. അതെ, പക്ഷെ എന്നാലും ഡിഫറെന്റ് ആയിട്ട് കിട്ടില്ല. ഓൾ ഇന്ത്യ മുഴുവനും നിങ്ങൾ പോകുന്നതെല്ലാം നമ്മൾ ഒറ്റ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് വിചാരിക്കുക എന്നാ അപ്പൊ നമുക്കൊരു യൂണിറ്റ് ഇട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ ഡിഫറെന്റ് ആക്കി ചെയ്ത പറഞ്ഞാൽ നടക്കൂല. കാരണം അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ ഷെൽമിക്ക് കാണിച്ചു തരട്ടെ. ഇത് ഞാനിപ്പോ റാൻഡം ആയിട്ട് കണ്ടതാണ്, ഇത് വീഡിയോയ്ക്ക് വേണ്ടിയതല്ല. ഇത് കണ്ടോ, ഇത് വിസ്കോസ് വെൽവെറ്റില് അജ്രാക്ക് ചെയ്തിട്ടുള്ളതാണ്, പ്യോർ വിസ്കോസ് വെൽവെറ്റില്. ഇത് നമ്മൾ കച്ചിന്ന് ചെയ്യിപ്പിച്ച് ഹാൻഡ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പീസാണ്. പക്ഷെ കച്ച് വരെ പോയി നിങ്ങൾക്ക് 4-5 പീസ് ഇതിൽ എടുക്കാൻ പറ്റില്ല. അതോ കിട്ടിയാൽ തന്നെ റീറ്റെയിൽ പ്രൈസും കൊടുക്കും, ഹോൾസെയിൽ പ്രൈസിന് കിട്ടില്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റിനെ കാട്ടി കൂടുതലായിരിക്കും നിങ്ങൾ അവിടെ വരെ കച്ച് വരെ ട്രാവൽ ചെയ്യണം. കച്ചിലേക്ക് എയർപോർട്ട് പോലും. ഒരു ഡ്രസ്സിന്റെ വാല്യൂ എത്രയായി അത് മാത്രം നോക്കിയാൽ. അപ്പൊ ബുട്ടീക്സ് ലൈൻസിലുള്ള ആളുകൾക്കും ഇനി പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കും ഏറ്റവും യൂസ്ഫുൾ ആണ് ഞങ്ങളുടെ ഈ നുവാര എന്നുള്ളൊരു ഫേം. അത് ഞാൻ 100% ഗ്യാരണ്ടി. 101 ഞാനും പറയാം. നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ആൻഡ് ലക്നവി ചിക്കൻ കറി ലക്നവിൽ പോയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം മിഷൻ വർക്ക് കാണിച്ചിട്ട് മിക്കവരും പറയും അത് ഹാൻഡ് വർക്ക് ആണെന്ന് പറയും. ഇത് കണ്ടോ, നമ്മളിത് ബനാറസി മൽ ഫാബ്രിക്കിൽ എടുത്തിട്ട് നമ്മൾ ബനാറസി തന്നെ ഡൈ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ലക്നവിൽ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന വർക്കാണ്. ഇതിന്റെ പ്രൊസീജിയറൊക്കെ ഒത്തിരി ടൈം എടുത്തിട്ടാ. അതായത് ഫാബ്രിക് സോഴ്സിങ് ഫ്രം ബനാറസ്, അത് കഴിഞ്ഞ് നമ്മൾ ലക്നവിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് തിരിച്ച് പിന്നെ ബനാറസി കൊണ്ടുവന്ന് ഡൈങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ ഈ ഒരു പീസിന് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാന്ന് പറയുമ്പോ കാര്യമല്ല. പക്ഷെ ഇവരെന്ന് പറയുമ്പോ ഇത് 1 കോടിയോ 2 കോടിയോ അല്ല, കോടികൾ. അതൊക്കെ ആകുമ്പോ ടാക്സിന്റെ പ്രശ്നം. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവിന് നല്ല ക്വാളിറ്റി ഉള്ളത് ഒറിജിനൽ ഐറ്റം കിട്ടും. അതും കൂടി എടുത്ത് പറയണത്. സെല്ല് ചെയ്യുന്ന ഐറ്റത്തിനെ പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്താണ് പിന്നെ ഒരു ബുട്ടിക് ലൈനിലുള്ള ഒരു ക്ലയന്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യണതിനെ പറ്റിയും എനിക്ക് നല്ലൊരു. കൂടുതൽ ബുട്ടിക് ഐറ്റംസ് ആണോ അല്ലെങ്കിൽ നോർമൽക്കാർക്ക്, മീൻസ് സാധാരണ റേഞ്ചുകാർ വരുന്നവർക്കുണ്ട്? ഓഫ് കോഴ്സ് ഇവിടെ 699 ടോപ്പുകൾ, 1200 ടോപ്പ് ബോട്ടം ദുപ്പട്ട 3-piece സെറ്റ്, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ റേഞ്ചുകാരെയും പരിഗണിക്കുന്ന രീതിയിലാണ്. മെയിൻലി അപ്ഡേറ്റ് ഏറ്റവും ലേറ്റസ്റ്റ്, ഇന്ത്യയിൽ ഇന്ന് ഇറങ്ങുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നുവാരയിൽ തന്നെ വരുന്നത്. ഇന്നത്തെ ട്രെൻഡ് ഇപ്പൊ കിട്ടുന്നു. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് അൺസ്റ്റിച്ചഡ് ആയി. പിന്നെ പരിചയപ്പെടുത്തി തരാം. എന്റെ ഇളയ മോനാണ്. അപ്പോ മൂത്ത മോൻ വലിയ മക്കളൊക്കെ ഉണ്ട്. ഇളയാള് സിഗ്നർ എന്ന് പറഞ്ഞൊരു ഷർട്ട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഇതവിടുത്തെ ഷർട്ടാണോ? സിഗ്നറിന്റെ ഷർട്ടാ വേറെ വേറെ ചെയ്തതും സിഗ്നറിന്റെ ഷർട്ട് തന്നെയാണ് അല്ലെ. ഇനിയിപ്പോ സൂൺ ഞങ്ങൾ സിഗ്നർ ഒരു നല്ല വലിയ ബ്രാൻഡായിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഞങ്ങൾ അമ്മയും മക്കളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് എവിടെയൊക്കെ ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ ജോബ് വർക്കിംഗ് യൂണിറ്റ്സിൽ കൊടുത്ത് ചെയ്യും. പക്ഷെ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ ഫുൾ ഉണ്ടാവും, എന്റെ ഒരു ഡയറക്ഷനിലാണ്. പക്ഷെ ഇവന്മാരെല്ലാം ചെയ്യും. എല്ലാം ഇൻചാർജ് അപ്പോ ആണ് എല്ലാം നോക്കുന്നത്. അപ്പോ ഇത്തിരി ഷൈ ആണ്. ഇപ്പോഴത്തെ കാര്യം വന്നതിന് ഇപ്പൊ കിട്ടുന്ന കോൺഫിഡൻസ് ആയിട്ടൊന്ന് പറ. എല്ലാ പ്രോഡക്ട്സും അല്ലേ നുവാരയിലുണ്ട്. നട്ടിലാണോ നിക്കണത്? ഓക്കെ. അപ്പൊ ഈ ശരിക്കും നിങ്ങളുടെ ഈ ഷോപ്പൊക്കെ എവിടെയാ വരുന്നത്? ഇപ്പൊ സിഗ്നറിന്റെ ഓഫീസ് നമ്മൾ വേറെ ചെയ്തിരിക്കുന്നത്. അതെവിടെ? ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഈ സിഗ്നറിന്റെ എൻക്വയറീസും വേണമെങ്കിൽ എൻക്വയറി ചെയ്യാട്ടോ. സിഗ്നർ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിലിപ്പോ എത്ര കടയായി? ഡിസൈൻസ്, പിന്നെ സിഗ്നറും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നുണ്ട്. നുവാരയും അതെ, ഓൺലൈനിൽ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ബുട്ടിക് ലൈനിൽ ഓൺലൈനിലെ എല്ലാ ഐറ്റംസും ഓൺലൈനിലെ ഐറ്റംസ് അല്ല നമ്മൾ ഹോൾസെയിൽ വെച്ചിരിക്കുന്നത്. ഹോൾസെയിൽ സെപ്പറേറ്റ് തന്നെ സെക്ഷൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതൊക്കെ ഇത് ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ? റീറ്റെയിൽ ആണ്, പക്ഷെ സൂൺ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെ? സ്റ്റാർട്ട് ചെയ്യും. അല്ല, എനിക്കൊരു കൺഫ്യൂഷൻ ആയി. മൊത്തത്തിൽ ബ്രാൻഡിങ് ആയി. ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ കൺഫ്യൂഷൻ. എന്തായാലും ഏത് കാറ്റഗറിയിൽ ഏത് റേഞ്ചിൽ വന്നാലും ഇവിടെ എല്ലാതും സെറ്റ് ആക്കി തരും. ഇനി ഒന്നും നോക്കണ്ട. അല്ല, ഇനി ഫാദർ ആലപ്പി സ്റ്റോറിലെ മാനേജ്മെന്റ് അല്ല. എനിക്ക് എന്താ ഇവിടെ കാര്യം? ഇനി നമുക്ക് കളക്ഷൻ നോക്കണ്ട. അത് കുറച്ചുകൂടി. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ അപ്പൂ എന്നാ വിളിക്കോളൂ. പേര് പറഞ്ഞോട്ടാ. സുഹൈൽ. മറ്റേ പേര് ചുക്ക. അത് എനിക്ക് ഇഷ്ടായി ചുക്ക. നല്ല പേരാണ്. ഞാൻ അത് വിളിക്കൂട്ടോ. പക്ഷെ നിങ്ങളാരും അത് വിളിക്കണ്ട. അവർക്ക് ശരിക്കുള്ള പേരുണ്ട് കേട്ടോ. അത് വിളിച്ചാൽ അല്ലെങ്കിൽ സാർ അല്ലെങ്കിൽ ബോസ്, 2 കടലത്തെ ഓണേഴ്സ് ആണ് നിൽക്കുന്നത്. പൊന്നെ. ഓക്കെ. പിന്നെ നമ്മളാരാണാവോ
മെയിനായിട്ടുള്ള ആളാ. ഞാൻ ഇതുവരെ വീഡിയോയില് ഫ്രണ്ടിൽ ഒന്നും വരാത്താണ്. ശരിക്കും നുവാരയ്ക്ക് നമ്മൾക്കൊരു പാർട്ട്ണർ കൂടി ഉണ്ട്, സൈലന്റ് പാർട്ട്ണർ ആണ്. ഞങ്ങൾ രണ്ടുപേര് കൂടിയാണ് നുവാര സ്റ്റാർട്ട് ചെയ്തത്. റേസ് ആ പേര്. റേസ് ശരിക്കും ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പൊ റാൻഡം ആയിട്ട് ഷെൽമി പെട്ടെന്ന് വിളിക്കായിരുന്നു. നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ല. അല്ല ഞാനെന്നെ പ്ലാന്റ് അല്ല വരാനായിട്ട്, ഞാൻ പെട്ടെന്ന് തന്നെ ഞാനും വന്നത്. കാരണം നമ്മൾ ഹോൾസെയിൽ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും എവിടൊക്കെ എന്ത് വിലക്കുറവ് യൂണിക്ക് കിട്ടുന്നത് തപ്പി നടക്കുന്ന ഒരാളും കൂടി ആണല്ലോ. മാനുഫാക്ചറിംഗ് സൈഡ് റേസാ ചെയ്യണത്. അപ്പൊ നമ്മളെങ്ങനെയാ ഏതാ ഹാൻഡിൽ ചെയ്യുന്നത്? ക്ലോത്ത് മുതൽ എല്ലാ ഒരു മൈക്ക് വെച്ചോട്ടെ. ക്ലോത്ത് മുതൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്നത് ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ചെയ്യുന്നത്. പുറത്തുനിന്ന് തന്നെയാണ് എല്ലാ സംഭവങ്ങളും വരുന്നത്. ഇപ്പൊ ഇവിടുന്ന് ട്രേഡിങ് മാത്രമേ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളൊക്കെ മാനുഫാക്ചറിങ് ഒക്കെ ഞങ്ങൾ ഗുജറാത്ത് ആയാലും കൊൽക്കത്ത ആയാലും ഡൽഹിയിൽ നിന്നായാലും എല്ലാ സ്ഥലത്തും തന്നെ വർക്ക് ഏത് നാട്ടിലത്തെ വർക്കാണ് അനുയോജ്യമായിട്ടുള്ള അതിനനുസരിച്ച് ചെയ്തു വരും. ഇനി ഫാബ്രിക് സോഴ്സിങ് ഈവൻ ചൈന ആണെങ്കിലും റേസ് ചൈനയിൽ പോയി എടുത്തിട്ട് വരും. ഇപ്പൊ നമ്മൾ ലിനൻ വേണം റേസ്, നമ്മൾക്ക് ലിനൻ കളക്ഷൻ എടുക്കാം റേസ്. അവിടെ പകൽപൂരായി ഫാബ്രിക് സോഴ്സ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അത്ര നമ്മൾക്ക് എപ്പോഴും ഒരു ഹാൻഡ് ഉണ്ടെങ്കിലേ നമ്മളുടെ കാര്യം. അതാണ് ഒരു നട്ടലെന്ന് പറയണത് ഇപ്പൊ ഒന്നല്ല രണ്ടായി. ഓൾസോ 20 years of experience in wholesale അല്ലെ. അവർക്ക് കാലിക്കറ്റും ഹോൾസെയിൽ സ്റ്റോറുകൾ ഉണ്ട്, അത് വേറെ ലൈൻ ഓഫ് ബിസിനസ്. അപ്പൊ 20 വർഷത്തെ എക്സ്പീരിയൻസ് റേസ് എന്നുള്ള പേര്. അപ്പൊ ശരി, അപ്പൊ ഇനി ബാക്കി കുറച്ച് ഡീറ്റെയിലും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്തായാലും നിങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിക് സംഭവങ്ങൾ കുറച്ച് അപ്പൊ ഞാൻ ആരാ കാണിക്കാൻ പോണേ? രേഷ്മക്കുട്ടി വരൂ, വേഗം വേഗം വേഗം. ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് അല്ലേ? ഓക്കെ, ഇതെല്ലാം ടോട്ടലി നമ്മുടെ മാനുഫാക്ചറിംഗ് ആണ്. ഇതിലിപ്പോ മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഒരു സെമി പാർട്ടി വെയർ. അപ്പൊ ആണുങ്ങളുടെ ആയി പെണ്ണുങ്ങളുടെ ആയി. അതിലിപ്പോ സാരി ഉണ്ടോ? സാരീസ് ഓൾസോ ഉണ്ട്. അത് സാരീസ് ഒക്കെ ഭയങ്കര കളക്ഷൻസ് ആണ് നുവാരയിൽ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ എടുക്കുമ്പോഴേ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതാ പറഞ്ഞ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ എന്ത് ടൈപ്പാണോ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഒറ്റ ഫ്ലോറിൽ വന്നാൽ കിട്ടും. ഫോർ എക്സാമ്പിൾ നാളെ ഷെൽമി ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യൂല. ഇവരൊന്നും മുട്ടാതെ എന്നോട് പറ്റൂല, ഞാൻ ചെയ്യൂല. എന്താ ഇതൊക്കെ നോക്കിയാ. അപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് നിങ്ങൾ ടിപ്സ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു നമ്മൾക്ക് മിനിമം 50,000 റുപ്പീസിന്റെ പർച്ചേസ് എല്ലാം കൂടെ ഓൾ ടുഗദർ മിക്സ് ചെയ്ത് 50,000 രൂപ എടുക്കണം. പിന്നെ ഷെൽമി ഏറ്റവും വലിയ പ്രത്യേകത വേൾഡിൽ എവിടെ ഇരുന്നും ഇപ്പൊ വീഡിയോ കോളിൽ ചെയ്തിട്ടും നമ്മൾ പ്രോഡക്ട്സ് അയച്ചു കൊടുക്കും. പിന്നെ പ്രോഡക്റ്റ് വീഡിയോ കോളിലായാലും ധൈര്യമായിട്ട് മേടിച്ചു. കാരണം ഞാൻ പറഞ്ഞൂല്ലേ, ഇത് ഉപ്പ സ്ഥലമൊന്നല്ല, ഇത് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു മാർജിൻ നമുക്ക് വേണ്ടത്. നമുക്ക് കുറച്ചുകൂടി പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തടി കൂടുമ്പോൾ ചെറിയൊരു മാർജിൻ നമുക്ക് എന്തായാലും 1.5 ഇഞ്ച് 2 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിലും എനിക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് എങ്ങനെ വേണേലും പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ. ഇതൊക്കെ ഈ സമ്മറിന് ലോഞ്ച് ചെയ്തതാണ്. ഇതും നമ്മുടെ മാനുഫാക്ചറിംഗ് ആയിട്ടും ഈ പാറ്റേൺ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ, പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഫാബ്രിക് നിങ്ങൾ ടച്ച് ആൻഡ് ഫീൽ ആ ഒരു കോൺഫിഡൻസ് വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുന്ന. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇവരെ. പിന്നെ നിങ്ങൾ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാ മെറ്റീരിയൽസും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാ ചെയ്യാം. ലെങ്തും കൂടുതലും നമ്മൾക്ക് മിഡിൽ ഈസ്റ്റിൽ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്, ഒമാൻ, ബഹ്റൈൻ, സൗദി. ഇപ്പൊ ഷോർട്ട് പീരീഡിൽ തന്നെ നിറയെ കസ്റ്റമേഴ്സ്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം ബാംഗ്ലൂർ ആൻഡ് തമിഴ്നാട് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നത്. പിന്നെ പല ടൈപ്പ് കസ്റ്റമേഴ്സ്. ചിലർ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്തോ, ഇത് എടുത്തോ. ചിലർ അയ്യോ ഇതിന്റെ ലെങ്ത് എത്രയാ, ഇതിന്റെ വിഡ്ത്, അങ്ങനത്തെ പല രീതിയിൽ. അപ്പൊ എല്ലാതും ഡീൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ടീം അവിടെ ഇരിക്കുന്നത് അത് ബില്ലിംഗ് സെക്ഷൻ ആണ്. ബില്ലിങ്ങും അക്കൗണ്ട്സും എല്ലാം ഇവിടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മള് കാര്യങ്ങൾ ബില്ലാക്കി അയക്കാനൊക്കെ അങ്ങനെ ഒരു ടീം വർക്ക് ഇവിടെയാണ് ബില്ലിങ്ങും അതുപോലെ നമ്മളുടെ മെയിൻ പോയിന്റ് നമ്മൾ കാണിച്ചിട്ടില്ല. ഒരു ഏരിയ അതിനകത്തുണ്ട്. അതൊന്ന് ജസ്റ്റ് കാണിക്കുന്നേക്കാളും മുന്നേ ഈ കളറിനത് എന്താ ഇത്ര ഈ കളർ എന്റെ ഫേവറേറ്റ് പാരറ്റ് ഗ്രീൻ എല്ലാവർക്കും ഇണങ്ങും. പിന്നെ ഈ ഒരു സ്പെഷ്യൽ ഡ്രസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫാബ്രിക്കാ. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാം, ഷ്രിങ്കേജ് ഉണ്ടാവില്ല, തേക്കണ്ട. അപ്പൊ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും വളരെ യൂസർ ഫ്രണ്ട്ലി. ഇത് മേടിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും അത്ര കംഫർട്ടബിൾ ആണ്. ഇതിൽ കളേഴ്സ് ഉണ്ടോ? എങ്ങനെയാണ് ഷെയ്ഡ്സ് 10-12 ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് ഓൾമോസ്റ്റ് എല്ലാം ആക്ച്വലി ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ നമുക്ക് എത്നിക്കും വേണ്ട, നമുക്ക് കാഷ്വൽ ആയിട്ട് പോവും ചെയ്യാം. എന്നെല്ലാം ഒരു ഫംഗ്ഷനായാലും യൂസ് ചെയ്യാം. ആരും ഒരു ഷോപ്പ് നടത്തുന്ന ഒരാൾക്ക് ഇതൊക്കെ മേടിക്കാൻ സെർച്ച് ചെയ്ത് നടക്കല് വൻ ടാസ്കാ ഇല്ലേ? എല്ലായിടത്തും ഒരേപോലത്തെ പാറ്റേൺസ് കിട്ടില്ല. ഇപ്പൊ ഏത് മാർക്കറ്റിൽ പോയ ഒരു ബൂട്ടി കോർണറിന് അറിയാൻ പറ്റും എത്രയോ ട്രാവൽ ചെയ്യണം ഒരു പാറ്റേൺ
കിട്ടണം പച്ച 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 ആ ഒരു ഏരിയ നമുക്ക് ആ ഒരു ഏരിയ കൂടി കവർ ചെയ്യാം. അതിന് മുന്നേ ഇവിടെ ഇരിക്കുന്ന കുറെ ബണ്ടൽസ് ഇരിക്കുന്ന ഫാബ്രിക്, ഫാബ്രിക്സ് നമ്മൾ സാമ്പിളിങ്ങിന് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട പോലെ ഇതിനകത്ത് തന്നെ മിഷൻ എംബ്രോയിഡറി, ഹാൻഡ് വർക്ക്സ് ഒക്കെ നമ്മൾ ഇവിടെ സാമ്പിൾസ് ചെയ്തിട്ട് ഇതിപ്പോ ചില ഫാബ്രിക്സ് ഒക്കെ നമ്മൾ ഓൺലൈനിന് വേണ്ടി യൂസ് ചെയ്യും, ചിലത് നമ്മൾ സാമ്പിൾസ് അടിച്ചിട്ട് ഹ്യൂജ് വോളിയം ഓഫ് പ്രൊഡക്ഷനായിരിക്കും. അപ്പൊ ഈ ഇരിക്കുന്നത് മൊത്തം സാമ്പിളിംഗ് മാത്രം, പ്രൊഡക്ഷനുള്ളതല്ല ഈ ക്ലോത്ത് അല്ലേ? അതെല്ലാം ഇമ്പോർട്ടഡ് ആണ് ഇതൊക്കെ അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് സാമ്പിളിംഗ് അവിടെ അത് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊന്നും അല്ല, ഞാൻ ഈ ഒരു ഏരിയ ഷെൽമിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതൊക്കെ ഇപ്പൊ ഓൺലൈനിൽ പോവാനല്ല, നമ്മുടെ ഓൺലൈൻ സെക്ഷനും ആണ്. ഇത് റീറ്റെയിൽ ആണ്. ഇത് ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓൺലൈൻ ഐറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നത്. അല്ല, ഓൺലൈനിൽ ഇത്രയും സ്റ്റോക്ക്, ഈ സ്റ്റോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഈ 1-2 പീസ് ഇതെല്ലാം നമ്മൾ അഡ്രസ് വെച്ച് പോകാനിരിക്കുന്ന പീസസ് ആണ്. ഓക്കെ. ഈ അഡ്രസ് ഞങ്ങൾ സൂം ചെയ്ത് കാണിക്കുന്നില്ല, എന്തായാലും ഇതൊക്കെ പോകാനുള്ളതാണ്. പക്ഷെ ഇത്രയും അധികം സ്റ്റോക്ക് ഭയങ്കര ഏരിയാസ് ഉണ്ട്. ഇത്രയും അധികം, അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും അധികം ഓൺലൈനിൽ ഇങ്ങനെ സ്റ്റോക്ക് വെച്ചിരിക്കണ കാര്യം പറയാന്ന് പറയുമ്പോൾ നിസ്സാരമൊക്കെ ഒരു കാര്യമൊന്നല്ല, കുറച്ച് കൂടുതലാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഓർഡേഴ്സും കുറച്ച് കൂടുതലാണ്. ഇനിയും ഇങ്ങനെ ഇരട്ടി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയും നിറഞ്ഞിരിക്കട്ടെ. എന്തായാലും ഞാൻ വന്നൂല, ശരിയാവും. അല്ല, ഞാൻ അത് വെറുതെ ഒരു പടയി പറഞ്ഞത്. ഇവര് ഓൾറെഡി നല്ല ഇതിൽ നിൽക്കണത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വീഡിയോയുടെ ആവശ്യം. ഷെൽമിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ മുമ്പേ കാണുന്നായിരുന്നു. അതായത് ഷെൽമി എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നിട്ടില്ല, ഞാനായിട്ട് കണ്ട് ഭയങ്കര സിൻസിയർ ആയിട്ട് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത് ഓൺലൈനിൽ ഇരിക്കുന്ന ട്രാക്കിംഗ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ സൂം ചെയ്യുന്നില്ലേ? കസ്റ്റമേഴ്സിന് നമ്മളുടെ എന്തെങ്കിലും ഒരു ഓൺലൈൻ ഐറ്റം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെയല്ല ഇവിടെയല്ല, ഇവിടെ ഒരു തല നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് പതുക്കനെ ഒന്ന് വന്നത് അവിടെ നിന്നു. അപ്പൊ അതിനോട് കൂടി സ്റ്റോക്കും കൂടി കാണിക്കാമല്ലോ. എന്താണ് നിങ്ങളുടെ പേര്? എപ്പോഴും ഉണ്ടാവൂലേ? അപ്പൊ ഇത് ഫുൾ ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇത് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഓരോന്നും ഞാൻ പറഞ്ഞില്ലേ, മാനേജേഴ്സ് ഡിവിഷൻ എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ്. ഇനി നമ്മുടെ മെയിൻ എൻട്രൻസ് നമ്മൾ കാണിച്ചില്ല കേട്ടോ, അതൊന്നും കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വരും. പിന്നെ അൺസ്റ്റിച്ചഡ് നമ്മൾ 1-2 പീസ് അങ്ങോട്ട് കാണിച്ചു അല്ലെ? അൺസ്റ്റിച്ചിലും നമ്മൾ എന്ത് പാറ്റേൺ വേണം, ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ ഒത്തിരി കാണിക്കുന്നുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം അൺസ്റ്റിച്ചിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തോളൂ. പിന്നെ അൺസ്റ്റിച്ചിലാണെങ്കിലും നമ്മൾ ഇത് കണ്ടോ, എല്ലാം യൂഷ്വൽ നമ്മൾ കോമൺ എല്ലാ ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടി വെയർ ടൈപ്പ് അവൈലബിൾ ആണ്. ഇതേപോലത്തെ എംബ്രോയിഡറി, ഇതിപ്പോ ഒരു സിമ്പിൾ സോബർ ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമറെ ഉദ്ദേശിച്ചാണ് ഇങ്ങനത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ഇനി കുറച്ച് ഹെവി ആയിട്ടുള്ള മിറർ വർക്ക്സ് ലൈക്ക് അങ്ങനത്തെ വേണം എന്നാണെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് നമുക്ക് എല്ലാ പാറ്റേൺസും വീഡിയോയിൽ തിളക്കം വേണം. കുറച്ച് പാർട്ടി വെയർ, ഒരു ഫംഗ്ഷൻ നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ആളുകൾക്ക് അങ്ങനെ 2 കൈൻഡ് ഓഫ് കസ്റ്റമർ ഉണ്ടാവില്ലേ ഷോപ്പിലൊക്കെ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മൾക്ക് വീഡിയോയിൽ കൊണ്ടുവരലും പോസിബിൾ നടക്കില്ല. അപ്പൊ അത് എന്തായാലും ഇവരെ 2 കൈൻഡ് ഓഫ് കസ്റ്റമറെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, സിമ്പിൾ സോബർ ആൻഡ് കുറച്ച് ഗോഡി ആയിട്ടുള്ള ഡിസൈൻ. അല്ല, ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന സംഭവം ഏത് ഭാഗത്താണോ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ പാർട്ടി വെയർ സെക്ഷൻ. അത് ആ ഭാഗത്തൊന്ന് കയറി നോക്കിയാലോ? പാർട്ടി വെയർ സെക്ഷനില് ഈ ഒരു സെക്ഷനിൽ നിന്ന് കുറച്ച് കളക്ഷൻസ് ഒന്ന് എടുത്ത് കാണിക്കോ? അപ്പൊ പാർട്ടി വെയറിന് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അൺസ്റ്റിച്ചഡ് വെൽവെറ്റിൽ വർക്ക് വരുന്ന വെൽവെറ്റിൽ വർക്ക് വരെ. വെൽവെറ്റ് എന്ന് പറയുന്നത് അത്ര ഹെവി ഒന്നും അല്ല കേട്ടോ. പണ്ട് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. ഇതെല്ലാം നമ്മളുടെ പാർട്ടി വെയറിൽ റെഡി ടു വെയറിൽ വരുന്ന കളക്ഷൻ. കണ്ടോ, ആ ഒരു ലൈനില് ഫ്ലയറും കുറച്ച് കൂടുതൽ പാനലില് വർക്ക്, ഫുള്ളി വർക്ക്, അനാർക്കലീസ് ഫുൾ വർക്ക് സൂപ്പർ ആട്ടോ. ഇതിന്റെയൊക്കെ ഫിറ്റിംഗ് ആണ് ഫുൾ പാനലില്. പിന്നെ ദുപ്പട്ട ഞാൻ എടുത്തു കാണിക്കുന്നില്ല, അപ്പൊ തന്നെ അവിടെ ബോധം കെട്ടു. കാരണം അതിനും വർക്ക് ഉണ്ട്, ഓരോന്നോരോന്ന് കാണിക്കാൻ. പ്യോർ ഫാബ്രിക് ഷെൽമി അത് ശ്രദ്ധിച്ചിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ 101% പറയണേ, 100 എന്നല്ല ഞാൻ പറഞ്ഞത്, 101. ഞാൻ നോക്കിയിട്ട് ഈ പ്രോഡക്ട്സ് ഒക്കെ കാണിക്കാൻ എന്നെ കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് ഷെൽമിക്കാണ്. ഷെൽമി നമ്മുടെ മൺചിത്രത്താഴിലെ അതുപോലെ എനിക്കിപ്പോ തോന്നണത്. അല്ലടാ, ഇതിപ്പോ നിങ്ങക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങക്ക് എത്രത്തോളം എനിക്ക് അറിയില്ല ക്വാളിറ്റി ഫീൽ ചെയ്യണ്ടോ എന്നുള്ളത്. പക്ഷെ ഇത്രയും അടിപൊളി പ്രോഡക്റ്റ് എങ്ങനെ കാണിക്കാണ്ടിരിക്കാൻ പറ്റുക? പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ആപ്പ ഉപ്പ എന്ന് പറഞ്ഞത് അല്ല. ഇതെന്ന് പറയുമ്പോ ഹൈ ക്വാളിറ്റി ലോ റേഞ്ച്, നമുക്ക് എഫോർട്ട് ചെയ്യാൻ പറ്റിയ റേഞ്ച്. നമ്മളിപ്പോ റീറ്റെയിലിൽ പോയി പ്രീമിയം ഓൾസോ ഉണ്ട്. അല്ല, എന്നാലും റീറ്റെയിലിൽ പോണ റേറ്റ് ഒന്നും അല്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെച്ചാൽ നമുക്കൊരു ബഡ്ജറ്റ്. ഈ ഓൺലൈൻ നടത്തുന്ന ആളുകൾക്കൊക്കെ നല്ലതാ. കാരണം അയക്കുന്ന പ്രോഡക്ട്സിന് ആ ഒരു ക്വാളിറ്റി കസ്റ്റമർ എപ്പോഴും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് കിട്ടിയിട്ടിരിക്കും. ഓൺലൈൻ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു തവണ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ എന്നുള്ള സംഭവം വരില്ല. അതുകൂടി അത് ഓൺലൈൻ ഇരിക്കുന്നവർക്ക്. അപ്പൊ ഇൻസ്റ്റാ പേജ് വെയർ ചെയ്ത പാറ്റേണിന്റെ വേറൊരു ഡിസൈൻ.
ഷെൽമി ഇതിൽ നിന്ന് ഒരു കളക്ഷൻ ആണ് വേറെ ചെയ്തേക്കണത് അല്ലേ. ഫസ്റ്റില്ലേ ഞാൻ ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാം വന്നത്. ഇത് ഈ ഡ്രസ്സ് ഞങ്ങളുടെ അവിടുത്തെയാണോ, ഇത് എവിടുന്ന് മേടിച്ചിരുന്നു? ഞാൻ പറഞ്ഞത് അവിടെ ഒരു കടയിൽ നിന്ന് മേടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കെല്ലാം ഇല്ലേ. അത് പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോൾ ഇത് നമ്മുടെ എല്ലാം. അപ്പൊ ഇത്രയും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇവര് വീഡിയോ കോൾ ത്രൂ ആയാലും നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ബ്ലാക്കിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ബ്ലാക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞു നിൽക്കുന്നത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു ഹോൾസെയിൽ ഷോപ്പ് ആണെങ്കിൽ ഒരു റീറ്റെയിലിൽ വന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നോർമൽ. പിന്നെ നമുക്ക് ഒരു നോർമലുള്ള ആൾക്കാർക്ക് ഒരു കോട്ടൺ ബേസിൽ ഒരു ഒത്തിരി കോട്ടൺ നമുക്ക് ഓഫീസ് വെയർ എന്ന് പറയുന്നത് അതൊന്ന് 2-3 കാണിക്കുക. വെച്ചാൽ അതും ഇല്ലാന്ന് പറയണ്ട. ഇതും പ്രിന്റഡ് കോട്ടൺ ഇതല്ലേ നമുക്ക് ഇല്ലാന്നില്ല. നമുക്ക് അങ്ങനത്തെ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് 2 പീസിന്റെ കോട്ട് സെറ്റാ വരുന്നത്. അതുപോലെ ഇത് കോട്ടൺ തന്നെയാണ്. ഇനി ഇതില് നോക്കിയ പേസ്റ്റലില് ലേസ് വർക്ക് വരുന്നത് 3 പീസിന്റെ കോട്ടൺ കളക്ഷൻ കളറിലുള്ളത്. ടോപ്പ് ഓൺലി നുവാരയുടെ ഇവരുടെ ബ്രാൻഡ്. ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഈ ടാഗ് കാണുമ്പോൾ അറിയാലോ ഇത് നുവാര ആണെന്നുള്ളത്. ഇനിയിപ്പോ ടാഗ് ഇല്ലാണ്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന വെച്ചാൽ നമ്മുടെ ഓൺ ബ്രാൻഡ് അതും പറയുന്നുണ്ട് കുറെ പേര്. അപ്പൊ വേണ്ടെങ്കിൽ ടാഗ് റിമൂവ് ചെയ്തു. എന്താ വെച്ചാല് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നുവാരയുടെ ഇത്ര റേറ്റ് ഉള്ളൂ അങ്ങനെ ഒരു ഫീൽ വരാതിരിക്കാൻ ടാഗ് ഇല്ലാതെ പ്രോഡക്ട്സ് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിനും ടെൻഷൻ ഫ്രീ ആയില്ലേ. അപ്പൊ ഇതെല്ലാം അജ്രാക്കില് ജാക്കറ്റ് സ്റ്റൈൽ അഗെയിൻ. ഈ ജാക്കറ്റ് സ്റ്റൈൽ കൂടുതൽ ഇറക്കുന്നത് ബുട്ടിക്സിൽ നല്ല മൂവ്മെന്റ് ബിക്കോസ് ഷോൾ ഇല്ലാണ്ട് നമ്മൾക്ക് ഈ ഓഫീസ് ഗോയിങ് ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും വേണ്ടല്ലോ. അങ്ങനത്തെ ഈ ഫാബ്രിക് വളരെ ഡിഫറെന്റ് ആണ്. ഇത് ഞാൻ അവിടെ ഇരിക്കണത് ഒരെണ്ണം ആ ടേബിളിൽ ഇരിക്കണത് പ്യോർ നമ്മള് ഭിവണ്ടി കോട്ടൺ എന്ന് പറയും. കോട്ടൺ എടുത്ത് ഹക്കോബ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യിച്ചു. ഭയങ്കര നല്ല ഫിറ്റിംഗ്സ്. ഭിവണ്ടി കോട്ടൺ എന്ന് ഉദ്ദേശിക്കുക ഭിവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാട്ടോ. ഭിവണ്ടി കോട്ടൺ എന്ന് പറഞ്ഞ തുണിയുടെ പേരൊന്നല്ല. അല്ല ഞാൻ ആൾക്കാർ വിചാരിക്കാതെ ഭിവണ്ടി കോട്ടൺ എന്ന് പറയുമ്പോൾ മാനുഫാക്ചർ ചെയ്യണ കോട്ടൺ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഭിവണ്ടി എവിടെയാന്ന് ചോദിക്കുന്നത് മുംബൈയിലാണ്. ഇനി അതിൽ നിന്നും ഇതൊന്നും നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ നടക്കണ കാര്യമല്ല. അതൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കണം. ചെറിയ രീതിയിൽ കുറെ പേര് ചിന്തിക്കും ഞാൻ സൂറത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നൊക്കെ ഫാബ്രിക് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മേടിച്ചിട്ട് വന്നിട്ട് അതാണ് ഹോൾസെയിൽ നിന്ന്. അല്ല, ടോട്ടലി മാനുഫാക്ചറിങ്, 100% മാനുഫാക്ചറിങ്. അതെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ഇനി സൂറത്തിൽ അല്ലെങ്കിൽ അഹമ്മദാബാദ് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഏരിയ സ്ഥലം ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഒരു ഡൗട്ടും ഇല്ല. സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പോവാം. പക്ഷെ അവിടുന്ന് സെയിൽ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അവിടുന്ന് സെയിലെല്ലാം ഡയറക്റ്റ് ഇവിടെ തന്നെ. നിങ്ങൾക്ക് വിശ്വാസം ആവാൻ വേണ്ടിട്ട് വേണമെങ്കിൽ പോവാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുൾ പാക്കിംഗ്. ഇപ്പൊ ഇന്നലെ വന്നെടുത്ത കസ്റ്റമേഴ്സിന്റെ ബില്ലടിച്ച് നമ്മൾ പാക്കിംഗ്. അതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ എടുക്കുകയാണെങ്കിൽ എത്ര ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും? 3-4 ഡേയ്സിൽ. അത്രേ ഉള്ളൂ നമ്മുടെ കേരളത്തിനകത്ത് 3-4 ഡേയ്സിൽ തന്നെ. പിന്നെ ഫ്ലൈറ്റിന്റെ പുറത്തുള്ള ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിന് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്ലൈറ്റ്. എയറിലാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. 7 ഡേയ്സ് ആണ് പുറത്തത്തെ പറയണത്. എന്തായാലും ഇവിടെ ആകുമ്പോൾ അധികം ദിവസമൊന്നും വേണ്ട. ഇപ്പൊ സീസൺ സ്റ്റാർട്ടായി തുടങ്ങി. ഹോൾസെയിൽ ഇപ്പൊ സ്റ്റാർട്ടിങ് സമയമാണ്. അപ്പൊ ഇനി ബാക്കി പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഇവരുടെ പേജിൽ കാണാം കേട്ടോ. ഇനി ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് എന്തായിട്ട് നമ്മുടെ എൻട്രൻസ് ഏരിയ. ഇവിടെ നമ്മൾ പ്രോഡക്ട്സ് പാക്ക് ചെയ്ത് വെച്ച് പോകാനുള്ളതിന്റെ പ്രോഡക്ട്സും ഇതും എടുത്തിട്ടുള്ള സംഭവങ്ങളാണ് കസ്റ്റമേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. ഇതും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ആക്ച്വലി ശരിക്കും ഞാൻ വരേണ്ടത് ഇവിടെ നിന്നായിരുന്നു. ഞാൻ അവിടെ നിന്നാണ്. ഇവിടുന്ന് വരണേക്കാളും സുഖം എനിക്ക് ഈ കുറെ ബണ്ടലുകളും കുറെ സാധനങ്ങളൊക്കെ ഇരിക്കണ കാണുമ്പോ അതൊക്കെ കാണിക്കാനല്ല ഒരു രസം എന്ന് പറയുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഫുൾ അക്കൗണ്ട്സ് അതുപോലെ ഓൺലൈൻ അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ഇവരുടെ ക്യാബിനാണ് ഈ ഒരു ഏരിയ. ആ ഏരിയ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും ഒന്നുകൂടെ അവിടെ ചെന്നിട്ട് നമുക്ക് ഒരു വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രേ ഉള്ളൂ. ബുട്ടിക് ഓണേഴ്സ് ആണെങ്കിലും ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇനി ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ പോലും ഡയറക്റ്റ് നിങ്ങൾ ഇവിടേക്ക് പോകുന്നേക്കോ. അതായത് ഇപ്പൊ എന്നെക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷോപ്പ് ലൈൻ കാര്യം മേ ബി ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് ആകുന്നത്, ഒന്നുമില്ലെങ്കിലും മേടിക്കാനല്ലെങ്കിലും എന്താണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ എന്താണ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് അതൊന്നും നോക്കാനെങ്കിലും ഓരോരുത്തർ അല്ല അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ വെറും കൈയോടെ പോവില്ല. ഇനി നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ അല്ലാണ്ട് ബൈ ഹാൻഡ് കൊണ്ടുപോകണ ടീമുകളും ഉണ്ടോ? ഇല്ല, ബൈ ഹാൻഡ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ എനിക്ക് കാറ് കൊണ്ടുവന്നു ഞാൻ ബൈ ഹാൻഡ് ഇങ്ങനെ ഒരുപാട് പേര്. അല്ല അതൊക്കെ ഡൗട്ടുകൾ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്ക് ചിലപ്പോ ഒന്നും അറിയില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എടുക്കുമ്പോ സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത്. സിംഗിൾ പീസ് ആയിട്ട് കിട്ടില്ല. സെറ്റ് മീൻസ്
ഇപ്പോ കുർത്തിയുടെ ആണെങ്കിൽ ML, XL, XXL ഇത്രയും ഇതിപ്പോ റെഡിമെയ്ഡ് ആണ് വെച്ചാൽ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയായിരിക്കും സൈസസ് വരാം. പുതിയതായിട്ടുള്ളവർക്ക് പഴയതുള്ളവർക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഓരോരോ ഡൗട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഡൗട്ട് ഒന്നും വരില്ല. അപ്പൊ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നമ്മളെ എന്താ പറയാ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ ഫുൾ ടീം. ഓക്കെ, ബൈ ബൈ.